അല്ല ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ലാവ ബൈറ്റ്സ് ഉണ്ടാക്കട്ടോ. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാല്, അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. എന്നിട്ടത് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് ഒരു കപ്പ് മൈദപ്പൊടി, അരക്കപ്പ് കൊക്കോ പൗഡർ. ഞാൻ കൊക്കോ പൗഡറും ചോക്ലേറ്റ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഇട്ട് കൊടുത്തത്. ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ പാലിൻ്റെ മിശ്രിതത്തേക്ക് മിക്സ് ചെയ്യട്ടോ. നല്ലോണം കട്ടില്ലാതെ ഇളക്കിയെടുക്കണേ. മുഴുവനായിട്ട് ഇടരുത് കേട്ടോ. രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കട്ടോ. അതിന് വേണ്ടി ഉണ്ണിയപ്പം ചുടുന്ന ചട്ടിയില്ലേ, അത് അടുപ്പത്ത് വെച്ചിട്ട് ഓരോ കുഴിയിലും ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഇല്ലേ, അത് കുറച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 7-8 മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം തന്നെ വെന്ത് കിട്ടും. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോൾ മറ്റേ ഭാഗം വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാട്ടോ. ഞാൻ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്, അതേപോലെ നല്ല സോഫ്റ്റുമാണ്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആ ചോക്കോ ചിപ്സ് ഇട്ടതുകൊണ്ട് അതൊക്കെ നല്ല ഉരുക്കിയിട്ട് നല്ലൊരു ലാവ ടെക്സ്ചറാണ്, കണ്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതാ ഒറ്റയടിക്ക് തന്നെ തിന്ന് തീർത്തിട്ടോ ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിതില്ലേ അപ്പം തന്നെ എടുത്തിട്ട് എൻ്റെ മോള് പഠിക്കില്ലേനി അവിടെ ആ നിലത്ത് പോയിരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അപ്പം തന്നെ തിന്നത്. അത്രയും ടേസ്റ്റ് ആയിരുന്നു. ചെറിയൊരു ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. പിന്നെ ആ ചിപ്സ് കണ്ടില്ലേ ഉരുക്കി ഒലിച്ചിട്ട്, അതുകൊണ്ട് രണ്ടിനും കൂടി ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് വിവരം പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.